നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബസിൽ കയറി കണ്ടക്ടറെ ആക്രമിച്ച കേസിൽ മറ്റൊരു ബസിലെ ക്ലീനറും നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയുമായ ചെങ്ങാലൂർ കൈതാരത്ത് വീട്ടിൽ സിബി അറസ്റ്റിൽ. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. കോടാലി തൃശൂർ റൂട്ടിലോടുന്ന ക്രിസ്റ്റ ബസിലെ കണ്ടക്ടർ വരന്തരപ്പള്ളി തെക്കുമുറി സ്വദേശി വൈദ്യക്കാരൻ വീട്ടിൽ ആന്റണിയെ ആക്രമിച്ചു എന്ന പരാതിയിലാണ് അറസ്റ്റ്. മറ്റൊരാളോടൊപ്പം കാറിലെത്തിയ സിബി ബസിൽ അതിക്രമിച്ചു കയറി ബസ് ഉടമ കൂടിയായ ആന്റണിയെ ആക്രമിക്കുകയായിരുന്നു. പാലപ്പള്ളി തൃശൂർ റൂട്ടിലോടുന്ന യാസിൻ ബസിലെ ക്ലീനറാണ് സിബി. സംഭവശേഷം ഒളിവിൽ പോയ ഇയാളെ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് പിടികൂടിയത്. 2012 പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഇരട്ടക്കൊലപാതകം, 2 വധശ്രമം എന്നിവ ഉൾപ്പെടെ 14 കേസുകളിൽ പ്രതിയാണ് സിബി. ഇയാളുടെ പേരിൽ 2 തവണ കാപ്പ ചുമത്തിയിട്ടുണ്ട്. വരന്തരപ്പള്ളി SHO KN മനോജ്, SIമാരായ പോൾസൺ, സുനിൽകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആമ്പല്ലൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈനാടത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ജോലി ചെയ്തിരുന്ന മരത്താക്കര കുഞ്ഞനമ്പാറ സ്വദേശി പുഴയ്ക്കൽ വീട്ടിൽ ഭാസ്കരനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. കുറച്ചു ദിവസമായി ശാരീരിക അസ്വസ്ഥതകൾ മൂലം അവധിയിലായിരുന്നു. വെള്ളിയാഴ്ച തിരികെ ഭാസ്കരൻ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഭാസ്കരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടിക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. അംബികയാണ് ഭാര്യ. അനു, ജിനു എന്നിവർ മക്കളും ഷൈജു മരുമകനുമാണ്. നടൻ കലാഭവൻ നവാസിന് അന്ത്യാഞ്ജലി. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലുവ ചൂണ്ടിയിലുള്ള വീട്ടിലേക്ക് എത്തിച്ചു. 4 മണിയോടെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് മൃതശരീരം എത്തിക്കും. തുടർന്ന് 5 മണിയോടെ സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കാരം. ഇന്നലെ രാത്രിയാണ് ചോറ്റാനിക്കരയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഹോട്ടൽ മുറിയിലെത്തിയ നവാസിനെ മരിച്ച നിലയിൽ കാണുന്നത്. ഹോട്ടൽ മുറിയിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ വീണ്ടും സജീവമാകുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം. അഭിനേതാവ് അബൂബക്കറിന്റെ മകനാണ് നവാസ്. നടി രഹ്നയാണ് ഭാര്യ. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. പ്രതിഷേധ ധർണ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ MK ഷൈൻ, വിനയൻ തോട്ടപ്പള്ളി, സദാശിവൻ കുറുവത്ത്, കോടന നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പ്രനീല ഗിരിജൻ, ബിജി ഡേവിസ്, ബാബു കൊളക്കാട്ടുകാരൻ, ജോയ് ചെമ്പകശ്ശേരി, ജോസ് കൊച്ചക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. അസിസി കോൺഗ്രസിൽപ്പെട്ട 2 സിസ്റ്റർമാർ, പ്രീതി മേരിയും അതുപോലെ വന്ദന ഫ്രാൻസിസ്, നമ്മുടെ പ്രദേശത്ത് നമ്മുടെ സമീപ മലയാളികളായിട്ടുള്ള 2 സിസ്റ്റർമാരെ കള്ളക്കേസെടുത്ത് ആ പാവപ്പെട്ട സിസ്റ്റർമാരെ തുറങ്കിലടയ്ക്കുന്ന കിരാതമായ നടപടികളാണ് ഇന്ന് BJP നേതൃത്വം കൊടുക്കുന്ന ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളൂരിൽ ഭാര്യയെ ആക്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. ആളൂർ സ്വദേശി തിരുനെൽവേലിക്കാരൻ വീട്ടിൽ 35 വയസ്സുള്ള തങ്കമുത്തുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 17-നായിരുന്നു സംഭവം. ഗാർഹിക പീഡന പരാതി നൽകിയ ഭാര്യയെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KP ജോർജ്, GASI ബിന്ദു, GSPOമാരായ സമീഷ്, അരുൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെള്ളിക്കുളങ്ങരയിൽ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവിനെ ജീപ്പ് ഇടിച്ച് വീഴ്ത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മുരിക്കുങ്ങൽ സ്വദേശി ഐദൂർ വീട്ടിൽ സിദ്ദീഖിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. മലയൻ വീട്ടിൽ രാജേഷിനാണ് പരിക്കേറ്റത്. രാജേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാജേഷും സിദ്ദീഖിന്റെ സഹോദരിയുടെ വീട്ടുകാരുമായുള്ള വസ്തുതർക്കത്തെ തുടർന്നാണ് ആക്രമണം നടത്തിയത് എന്ന് പോലീസ് പറഞ്ഞു.
സിദ്ദിഖ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ 2020 വർഷത്തിൽ കാരിക്കടവ് വനത്തിൽ നിന്നും ചന്ദനമരം മുറിച്ചു കടത്തുന്നത് തടയാൻ ശ്രമിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ചാലക്കുടി ഡിവൈഎസ്പി സി ബിജു കുമാറും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയായി റിമാൻഡ് ചെയ്തു. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളികളായ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ KCYM-ന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ബിജോയ് പൊൻപറമ്പിൽ, ഡീക്കൻ ജിമ്മി പുത്തൻപറമ്പിൽ, കൈകാരന്മാരായ എൽവിൻ സി ആന്റണി, ഷൈജൻ ചക്കാലക്കൽ, പ്രതിനിധി യോഗം സെക്രട്ടറി വിജോ കിഴക്കൂടൻ, KCYM ഭാരവാഹികളായ അനീഷ് കെ ബ്രഹ്മകുളം, ഐവിൻ മഞ്ഞളി എന്നിവർ സന്നിഹിതരായി. സംസ്ഥാനത്ത് 4 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതുപ്രകാരം ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും യെല്ലോ അലർട്ട് ആയിരിക്കുന്നു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഇന്ന് ജാഗ്രതാ നിർദ്ദേശം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട്. ജൂലൈ 5-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,220 രൂപയും പവന് 73,760 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.